നിന്റെ അച്ഛന് വളരെ വില കൂടിയ ലഹങ്കയൊന്നും വാങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് പാരമ്പര്യമായി കിട്ടിയ ഈ ലഹങ്ക ഞാൻ നിനക്ക് തരാം. പക്ഷേ ഈ ലഹങ്ക വളരെ വലുതും വലിയ ഭാരമുള്ളതുമാണല്ലോ. അതെ മോളെ, ഇതെന്റെ അമ്മയ്ക്ക് അവരുടെ അമ്മായിയമ്മ നൽകിയതാണ്. ഒരു ആവശ്യമുണ്ടാകുമ്പോൾ ഇത് തീർച്ചയായും നമ്മെ സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം രാധിക എന്ന പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപയുടെ ലഹങ്ക സമ്മാനമായി വാങ്ങി നൽകി. അടുത്ത ദിവസം അവർ വിവാഹശേഷം അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലെത്തി. മമതയുടെ ലഹങ്ക കണ്ടപ്പോൾ തന്നെ രാധിക കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി. നീ മുത്തശ്ശിയുടെ ലഹങ്ക ധരിച്ചാണല്ലോ വന്നിരിക്കുന്നത്. എന്റെ ലഹങ്ക കണ്ടോ, 10 ലക്ഷത്തിന്റേതാണ്. വിജയ്, ഞാൻ നിന്നോട് 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ ദാരിദ്ര്യവാസിയെ കല്യാണം കഴിക്കണ്ട എന്ന്. അമ്മ പാവപ്പെട്ടവളായിരുന്നാലും മമത വളരെ നല്ല കുട്ടിയാണ്. മമതയുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്ത ദിവസം ആഹാരം പാചകം ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അമ്മായി, ഞാൻ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ആഭരണങ്ങളും ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്റെ ലഹങ്ക കണ്ടില്ലേ, അതിന് 10 ലക്ഷം രൂപയാണ് വില. ഞാൻ എങ്ങനെ ആഹാരം പാചകം ചെയ്യുന്നത്? ശരി തന്നെയാ പറയുന്നത്. മമത അടുക്കളയിലേക്ക് ചെല്ലൂ, എല്ലാവർക്കും വേഗം ആഹാരമുണ്ടാക്കൂ. പാവം മമത കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി. അമ്മ പറഞ്ഞത് ഈ ലഹങ്ക എന്നെ സഹായിക്കുമെന്നല്ലേ? പക്ഷേ ഈ ലഹങ്ക കാരണം ഞാൻ അപമാനിതയായിക്കൊണ്ടിരിക്കുകയല്ലേ? രാധിക ആ വീട്ടിലെ ഒരു ജോലിയും ചെയ്യാതെ സുഖിച്ചിരിക്കുകയായിരുന്നു. എല്ലാ ജോലികളും മമതയെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അജയ്, നമുക്ക് കുറച്ച് സ്വർണം വിറ്റ് ഒരു അടിപൊളി കാർ വാങ്ങാം. അടുത്ത വീട്ടുകാരൊക്കെ നമ്മളെ കണ്ട് അസൂയപ്പെടും. ഇവിടെ ഒരു റാണിയെ പോലെ എനിക്ക് കഴിയാം. നീ പറഞ്ഞത് വളരെ ശരിയാണ്. അടുത്ത ദിവസം തന്നെ അജയും രാധികയും പുതിയ ഒരു കാർ വാങ്ങി. നന്നായിട്ടുണ്ടല്ലോ ചേട്ടാ, പുതിയ കാറൊക്കെ വാങ്ങിയല്ലോ. നമ്മുടെ കയ്യിൽ ഒരു കാർ വാങ്ങാനുള്ള വരുമാനമൊന്നുമില്ലല്ലോ. അത് ലോണിൽ വാങ്ങിയതായിരിക്കുമല്ലേ? എടാ, ഞാൻ നിന്നെ പോലെയല്ല. ഞാൻ രൊക്കം പണം കൊടുത്താ ഇത് വാങ്ങിയത്, ലോണൊന്നും എടുത്തിട്ടില്ല. അജയും രാധികയും ആ കാറിൽ അങ്ങനെ കറങ്ങി നടന്നു. അവർ ധൂർത്തടിച്ച് സുഖിച്ച് ജീവിച്ചു. അതേസമയം മമത വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നു. അജയും വിജയും ഒരു ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം വിജയുടെ ക്യാബിനിലേക്ക് പണം നിറച്ച ബാഗുമായി ഒരാൾ കയറി വന്നു. ഈ 5 ലക്ഷം രൂപ എടുത്തോളൂ, എന്നിട്ട് എന്റെ നിലത്തിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരൂ. എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കുകയാണോ? കടന്നു പോകൂ ഇവിടുന്ന്. വന്നയാൾ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. അജയ് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. രഹസ്യമായി അയാളെ ക്യാബിനിലേക്ക് അവൻ വിളിച്ചു വരുത്തി. ഞാൻ നിങ്ങളുടെ കാര്യം ശരിയാക്കി തരാം, പക്ഷേ 5 ലക്ഷം കുറവല്ലേ? ഞാൻ 2 ലക്ഷം കൂടി തരാം സർ, കൂടുതൽ ചോദിക്കരുത്. ശരി ശരി, എന്തായാലും ഇതിവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ. നിങ്ങളുടെ കാര്യം ഞാൻ ശരിയാക്കിയേക്കാം. ഇത് വേറെ ആരും അറിയാൻ പാടില്ല. ഇതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും നേരെ എന്റെ അടുത്ത് തന്നെ വന്നേക്കണം. പണം കൊടുത്ത ശേഷം ആ ആൾ പുറത്തേക്ക് പോയി. രാത്രിയിൽ നോട്ടുകൾ നിറച്ച ബാഗുമായി നേരെ വീട്ടിലേക്ക് തന്നെ വന്നു. ഇത് കൊള്ളാലോ, ഇത്രയും പണം എങ്ങനെ കിട്ടി? അതൊന്നും നീ അറിയേണ്ട രാധികെ. നീ എന്റെ ജീവിതത്തിൽ വന്ന അന്ന് തൊട്ട് പണത്തിന്റെ പെരുമഴയാ എനിക്ക്. അജയ് ഇതുപോലെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതേസമയം വിജയ് സത്യസന്ധമായി തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഓഫീസിലെ പിയൂണിനെ അജയ് തന്റെ ക്യാബിനിലേക്ക് വിളിച്ച് കുറച്ച് പണം നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു. നിനക്ക് എല്ലാ മാസവും ഞാൻ ഇതുപോലെ 50,000 രൂപ അധികം തരാം. നമ്മുടെ ഓഫീസിന് ചുറ്റും എൻക്വയറി നടത്തുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അങ്ങനെ പരിശോധിക്കാനായി ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ഓഫീസിൽ വിജയ് എന്നു പേരുള്ള ആളാണ് കൈക്കൂലി വാങ്ങുന്നതെന്ന് അവരോട് നീ പറയണം. അതെങ്ങനെ ശരിയാവും സർ? കൈക്കൂലി നിങ്ങളല്ലേ വാങ്ങുന്നത്? അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നെ വിളിപ്പിച്ചത്, നീ എന്നെ ചതിക്കാതിരിക്കുന്നതിനായി. അടുത്ത ദിവസം തന്നെ ഓഫീസിൽ റെയ്ഡ് നടന്നു. അവരുടെ ഓഫീസറും അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ അജയ്, നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നതായി സൂചന കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കൈക്കൂലി വാങ്ങാറില്ല. വിജയ് സാറാണ് കൈക്കൂലി വാങ്ങുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവരുടെ സംസാരം വിജയ് ദൂരെ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. വിജയ് അവരുടെ അടുത്തേക്ക് ചെന്നു. അയാൾ പറയുന്നതിൽ കുറച്ച് ശരിയുണ്ട്. ഒരിക്കൽ ഒരാൾ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. വിജയ്, ഒരാൾ കൈക്കൂലി തരാമെന്ന് പറഞ്ഞിട്ടും നീ വാങ്ങിയില്ലെന്നോ? നീ തീർച്ചയായും അത് വാങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ ഓഫീസിനെ നീ അപമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങിപ്പൊയ്ക്കോളൂ. അങ്ങനെ വിജയുടെ ജോലി നഷ്ടപ്പെട്ടു. ഒരു ദിവസം വിജയ് ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ്, ഈ വീട്ടിന്റെ ചിലവ് മുഴുവൻ അയാളുടെ ചേട്ടനെ കൊണ്ട് എടുപ്പിക്കാൻ. ഞാൻ പറയുന്നത് നമുക്ക് ഈ സ്വത്ത് ഭാഗം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായി സമ്പാദിക്കുകയും സ്വന്തമായി ചെലവാക്കുകയും ചെയ്യാമല്ലോ. ചേച്ചി വിഷമിക്കണ്ട, നമുക്ക് പ്രത്യേകം തന്നെ താമസിക്കാം. അങ്ങനെ 2 സഹോദരന്മാരും പ്രത്യേകം താമസിക്കുവാൻ തുടങ്ങി. ഞാനൊരു സത്യസന്ധനും ആത്മാർത്ഥയുള്ളവനുമായിരുന്നു. എനിക്ക് അതിന്റെ ഫലവും കിട്ടി. വിഷമിക്കാതിരിക്കുക, ഭഗവാൻ ഒരു ദിവസം എല്ലാം ശരിയാക്കും. വിജയ് വേറെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കൈക്കൂലി വാങ്ങിയതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് അവന് വേറെ ജോലിയൊന്നും ലഭിച്ചില്ല. പതുക്കെ പതുക്കെ അവർക്ക് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. നമ്മുടെ വീട്ടിൽ അരിയും തീർന്നിരിക്കുന്നു, ഒന്നും ബാക്കിയില്ല. നമുക്കാരും കടം തരാൻ പോലും തയ്യാറാകുന്നില്ല. നമ്മുടെ കയ്യിലെ പണവും തീർന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ഒരു ദിവസം അമ്മ അവിടേക്ക് വന്നു. അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ ഒരു വലിയ പാർട്ടിയുണ്ട്, നിങ്ങൾ 2 പേരും വരണം. ഇത്രയും പറഞ്ഞ് അയാളുടെ അമ്മ അവിടെ നിന്നും പോയി. രാധിക ഇതൊക്കെ അറിഞ്ഞു. അവൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ പാർട്ടിയിൽ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ,
ഈ ദരിദ്രവാസികളെ വിളിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? എനിക്കും അവനെ വിളിക്കണമെന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അവരെ വിളിക്കാതിരുന്നാൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? അർദ്ധരാത്രിയായപ്പോൾ രാധിക ശബ്ദമുണ്ടാക്കാതെ അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. നാളെ മമത അവളുടെ പുരാതനമായ ലഹങ്കയെ ഉടുത്തു വന്നാൽ എനിക്ക് വലിയ അപമാനമായിരിക്കും. രാധിക പതുക്കെ മമതയുടെ മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ ലഹങ്ക കത്രിക കൊണ്ട് മുറിച്ചു. നാളെ അവൾ ഫംഗ്ഷന് പങ്കെടുക്കില്ല. അടുത്ത ദിവസം വൈകുന്നേരമായപ്പോൾ തന്നെ രാധികയുടെ വീട്ടിൽ പാർട്ടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു. അപ്പോൾ പണം നിറച്ച ബാഗുമായി അജയ് അവളുടെ അടുത്തേക്ക് വന്നു. ഇന്ന് എന്റെ ഓഫീസറും ഈ പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും പരിശോധന നടന്നാൽ ഞാൻ പിടിക്കപ്പെടും. ഈ പണം എടുത്ത് നീ നിന്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്ക. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? എന്തായാലും ഞാൻ അവിടെ കൊണ്ട് വച്ചിട്ട് വരാം. രാധിക പണവും എടുത്തുകൊണ്ട് പുറകിലത്തെ വഴിയിൽ കൂടി നടന്നു തുടങ്ങി. പെട്ടെന്ന് വഴിയിലെ വെളിച്ചമെല്ലാം പോയി. അവിടെ മുഴുവൻ ഇരുട്ടായി. അപ്പോൾ മറ്റൊരു മുറിയിൽ മമത ചിമ്മിനിയുടെ വെളിച്ചത്തിൽ കീറിപ്പോയ ലഹങ്കയെ നോക്കി ഇരിക്കുകയായിരുന്നു. വിജയ്, ഈ ലഹങ്ക നോക്കൂ, മുഴുവൻ കീറിയിരിക്കുന്നു. സാരമില്ല മമത, എനിക്ക് പാർട്ടിയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. അമ്മ വന്ന് വിളിച്ചിട്ട് പോകാതിരിക്കുന്നത് മോശമല്ലേ? ഞാനിത് തുന്നി ശരിയാക്കാം. മമത ലഹങ്ക തയ്ക്കാൻ തുടങ്ങിയപ്പോൾ കീറിയിരുന്ന ഭാഗത്തുകൂടി എന്തോ തിളങ്ങുന്നത് പോലെ കണ്ടു. അവൾ ആ കീറിലൂടെ കൈ അകത്തിട്ട് നോക്കിയപ്പോൾ 2 ലെയറിന്റെയും ഇടയിൽ സ്വർണത്തിന്റെ ഒരു ലെയർ ഉള്ളതായി കണ്ടു. അവൾ ലഹങ്ക കീറി നോക്കിയപ്പോൾ കണ്ടത് അതിന്റെ അകത്ത് സ്വർണത്തിന്റെ ഒരു വലിയ ഷീറ്റാണ്. ഇത് കണ്ട് മമതയും വിജയും അത്ഭുതപ്പെട്ടുപോയി. ഇത് മുഴുവനും സ്വർണത്തിന്റെ പാളിയല്ലേ? അതെ വിജയ്, അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് നമ്മെ സഹായിക്കുമെന്ന്. ഇപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും. അതിനിടയ്ക്ക് രാധികയുടെ വില കൂടിയ ലഹങ്ക കാറ്റിൽപ്പെട്ട് ഏതോ ചെടിയിൽ കുടുങ്ങി. വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറ്റിൽപ്പെട്ട് മുഴുവൻ പണവും പറന്നുപോയി. അതുവഴി അജയുടെ ഓഫീസർ കാറിൽ വരികയായിരുന്നു. അവിടെ മുഴുവൻ പറന്നു നടക്കുന്ന നോട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം രാധികയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നു. മിസ്റ്റർ അജയ്, ആ പിയൂൺ എല്ലാ സത്യവും എന്നോട് തുറന്നു പറഞ്ഞു. അതുപോലെ നോട്ടുകൾ കൊണ്ടു നിറഞ്ഞ ബാഗ് ഞാൻ കണ്ടുപിടിച്ചു. നീ നിന്റെ അനിയനെ തന്നെ ചതിച്ചു അല്ലേ? നിന്നെ ഞാൻ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു. വിജയെപ്പോലുള്ള സത്യസന്ധമായ ആളെ ഞാൻ ജോലിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം എന്റെ ലഹങ്കയാണ്. ആ മുള്ളിൽ ഇത് കുടുങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ അവിടെ വന്ന മുഴുവൻ ആൾക്കാരുടെയും മുന്നിൽ വെച്ച് അജയ് അപമാനിതനായി. വിജയ്ക്ക് തന്റെ ജോലി തിരികെ ലഭിച്ചു. പുരാതനമായ ലഹങ്കയിൽ നിന്നും ലഭിച്ച സ്വർണത്തിൽ നിന്നും കുറച്ചെടുത്ത് വിറ്റ് അവർ സ്വന്തമായി നല്ലൊരു വീടും പണിതു. എനിക്ക് കോമലിക്കനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാണാൻ നല്ല മിടുക്കിയാണ്, വീടും കൊള്ളാം. നിങ്ങളെന്ത് പറയണു? ചേച്ചി, എനിക്കും കുമ്പളയെ ഇഷ്ടമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എനിക്കും അത് ഇഷ്ടാവും. എന്റെ അനിയൻകുട്ടൻ നല്ല മിടുക്കൻ തന്നെ. മാഡം, ഞാനും അവൻ്റെ കാറ്റഗറിയിലാ. എപ്പോഴും നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഓർമ്മയില്ലേ? കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതല്ലേ? അവിടെ അങ്കൂറിന്റെ അച്ഛനും അമ്മയും പെണ്ണു വീട്ടുകാരോട് പറയും. അതെ, കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഇതങ്ങ് ഉറപ്പിക്കാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. 2 വീട്ടുകാരും ചേർന്ന് ആ കല്യാണം അങ്ങ് നിശ്ചയിക്കും. അവരെല്ലാം പോയി കഴിയുമ്പോൾ കോമലിക്ക അനിയത്തിയോട് പറയും, നീ കണ്ടിരുന്നു ശിവാനി, എന്റെ ചേട്ടത്തി വില കുറഞ്ഞ സാരിയല്ലേ ഉടുത്തത്? അവരുടെ വീട്ടുകാര് പാവപ്പെട്ടവരാന്ന് തോന്നുന്നു. അതല്ലേ, നമ്മുടെ വീട്ടിലെ വേലക്കാരി പോലും ഇതുപോലത്തെ സാരി ഉടുക്കത്തില്ല. അവളെന്തേലും ഉടുക്കുന്നതിന് നിങ്ങൾക്ക് 2 പേർക്കും എന്താ? അവര് പാവപ്പെട്ടവരാണെങ്കിൽ എന്താ? നിന്റെ അച്ഛനും അമ്മയും പണക്കാരല്ലേ? നിനക്ക് ഒരുപാട് സ്ത്രീധനം തരാൻ പോവല്ലേ? നിന്റെ അമ്മായിയമ്മ നിന്നെ തലയെ കയറ്റി വെക്കും. നിന്റെ ചേട്ടത്തിക്ക് എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. മനസ്സിലായോ? കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയങ്ങ് കോമലിക്ക അവളുടെ കല്യാണത്തിന് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കും. മുംബൈയിലെ വലിയ ഷോറൂമിൽ നിന്നാണ് വാങ്ങുന്നത്. ഒരുപാട് വില മതിക്കുന്ന സാരികൾ വാങ്ങിക്കൂട്ടും. കുറച്ചു ദിവസം കഴിഞ്ഞ് കല്യാണത്തിന്റെ ദിവസം എത്തി. കല്യാണ ദിവസത്തിലും 2000 രൂപയുടെ സാരിയാണ് ചേട്ടത്തി ഉടുത്തിരുന്നത്. കല്യാണ മണ്ഡപത്തിലിരുന്ന കോമലിക്ക അവരെ നോക്കി ആലോചിച്ചോണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഓ, ഈ ചേട്ടത്തിന്റെ കാര്യം നാണം കെടുത്തു. ഇപ്പോഴെങ്കിലും കല്യാണത്തിന് നല്ല സാരി ഉടുത്തുകൂടായിരുന്നു. കോമലിക്ക കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു കയറുമ്പോ സ്ത്രീധനമായിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടും. കോമലിക്കയുടെ മുഖം കാണുന്ന ചടങ്ങായിരുന്നു. അയൽപക്കത്തെ ആൾക്കാര് സമ്മാനം കൊടുത്തിട്ട് പോകും. വില കുറഞ്ഞ ഒരു സാരി ഉടുത്ത് അവളുടെ ചേട്ടത്തി അനിത ഒരു ഗിഫ്റ്റുമായി അവൾക്ക് ചടങ്ങിന് കൊടുക്കും. എല്ലാ ചടങ്ങും കഴിഞ്ഞ് കോമലിക്ക ചേട്ടത്തി തന്ന സമ്മാനം തുറന്നു നോക്കുമ്പോ ഒരു സാരിയും 101 രൂപയും. അയ്യോ, ഇത് സാരിയാണോ വൃത്തികെട്ടത്? സ്വന്തമായിട്ട് ഉടുക്കുന്ന പോലത്തെ സാരി തന്നെ എനിക്ക് തന്നേക്കണോ? ഞാൻ ഇത് വേലക്കാരിക്ക് കൊടുക്കാൻ പോവാ. എന്റെ പൊന്നങ്കൂരെ, ചേട്ടത്തി ഇത്രയും പിശുക്കിയാണല്ലോ. എല്ലാരും എനിക്ക് വില കൂടി ഗിഫ്റ്റ്സ് ആണ് തന്നത്. അവര് മാത്രം ഈ വില കുറഞ്ഞ സാരി. അത് വിട് കോമലിക്ക, ബാബിക്ക് അങ്ങനെ തോന്നിയോണ്ടായിരിക്കും തന്നത്. കോമലിക്ക അടുത്ത ദിവസം വില കൂടി ഒരു സാരി എടുത്ത് അടുക്കളയിലേക്ക് പോകും. നന്നായി നീ വന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അടുക്കളയില്, എന്തെങ്കിലും ഉണ്ടാക്ക്.
ഉണ്ടാക്കാനോ? ഞാനോ? വില കൂടിയ സാരി ഉടുത്തതേ ആഹാരം ഉണ്ടാക്കാനല്ല, ഒരിക്കലും ഇല്ല. ഇനി നിങ്ങൾക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ്. കമോലിക്ക ഇതും പറഞ്ഞിട്ട് ആഹാരം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. ഇതാ ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയ എന്റെ ആഹാരം. പക്ഷെ മരുമോളെ, നീ ഉണ്ടാക്കിയില്ലല്ലോ വീട്ടില്. ഓ അമ്മായി, കുറഞ്ഞ പൈസയിൽ ഇത്രയൊക്കെ വീട്ടിൽ വന്നില്ലേ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? പക്ഷെ മോളെ, വീട്ടിലെ മരുമക്കളല്ലേ ആഹാരം ഉണ്ടാക്കേണ്ടത്. കുമലിക്ക് അമ്മ പറഞ്ഞത് വളരെ ശരിയാ. കഴിക്കാനുള്ള ഭക്ഷണം ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. ചേച്ചി കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തത്. ഓ, ഇനിയിപ്പോ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ തൽക്കാലം ഇത് കഴിക്കും, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും എല്ലാം വെക്കണം, ടൈം എടുക്കും. ചേട്ടതേപ്പോ രാവിലത്തെ ആഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കിയേക്കണേ. കൊമോലിക്ക പൈസക്കാരിയായ എന്റെ ഹുങ്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാണിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ദീപാവലി അങ്ങ് അടുത്തു വന്നപ്പോ വീട്ടിലേക്ക് കൊമോലിക്കയുടെ അച്ഛനും അമ്മയും വന്നു. അവരെല്ലാവർക്കും വേണ്ടി മധുരപലഹാരമൊക്കെ കൊണ്ടുവന്നു. കൊമോലിക്ക ചേട്ടത്തിയുടെ മുറിയിലേക്ക് പോയി. ചേട്ടത്തി, ഈ സാരി എന്റെ അമ്മ കൊണ്ടുവന്നാ, ചേട്ടത്തിക്ക് വേണ്ടി. ഇഷ്ടായോ? ആ കൊമോലിക്ക, എനിക്കിഷ്ടായി. ഇഷ്ടപ്പെടാതിരിക്കോ? വില കൂടിയ സാരിയാണ്. എന്റെ മുഖം കാണുന്ന ചടങ്ങില് ചേട്ടത്തി എനിക്ക് സാരി തന്നില്ലേ, അതുപോലത്തെ സാരിയൊക്കെ ഞങ്ങൾ ദീപാവലിക്ക് വിലക്കാരിക്ക് കൊടുക്കുന്ന സാരികളാ. ചേട്ടത്തിക്ക് മനസ്സിലായി മുഖം കാണുന്ന ചടങ്ങിൽ കൊടുത്ത സാരിയുടെ കുറ്റമാണ് അവള് പറഞ്ഞതെന്ന്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും കൊണ്ടു തന്നില്ലേ? ആ, അവര് വരും. വൈകുന്നേരമൊക്കെ ആവുമ്പോ അവരെത്തും, നിന്നെ കാണും. അവള് പതുക്കെ ജോലിയിൽ തിരക്കായി പോയി. വീട്ടിലെ ജോലികളൊക്കെ അവളായിരുന്നു ചെയ്തത്. കൊമോളിക്ക ഒരിക്കലും വീട്ടിലെ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. വൈകുന്നേരം ആവുമ്പോ വീടിന്റെ പുറത്തൊരു വലിയ കാറ് വന്ന് നിൽക്കും. ചേട്ടത്തിയുടെ അമ്മയച്ഛനോട് എത്തും. അവളുടെ അമ്മയും സാധാരണ സാരിയാണ് ഉടുത്തിരുന്നത്. അവരെ കണ്ട് കൊമലിക്ക് ദേഷ്യം വരും. ആ, വന്നല്ല ചേട്ടത്തിയുടെ അച്ഛനും അമ്മയും. പാവപ്പെട്ടവരെപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. അപ്പോഴേക്കും കുറച്ച് വേലക്കാര് കയ്യിൽ നിറച്ച് സമ്മാനവുമായി കുറെ സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവരും. ദീപാവലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോളൂ. ഇത്രയൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ സ്നേഹമാണ് നിങ്ങളോടുള്ള. അതെ, പിന്നെ ഞങ്ങൾക്ക് ആശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴേ ദീപാവലിക്ക് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ. ആശ്രമത്തിൽ കഴിക്കാനും കുടിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? ഇന്നും ദീപാവലിയുടെ അന്ന് ഞങ്ങൾ അവിടെ പോയി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എന്ത് അനാഥാശ്രമം ഉണ്ടോ നിങ്ങക്ക്? കണ്ടാൽ തോന്നുകയില്ല ഇവര് പണക്കാരാണെന്ന്, കാരണം ഇവരുടെ വേഷം കണ്ടില്ലേ. അതേ കുമലിക, ഇവര് സമ്പന്നരാണ്. പക്ഷേ സമ്പന്നരായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, സാധാരണക്കാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ആശയം എന്റെ ഭാര്യയുടേതാ. വിചാരിച്ചതെന്തെന്ന് വെച്ചാൽ വില കൂടിയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കുന്നതല്ലേ ഭേദം. ശരീരം മറയ്ക്കാൻ വില കൂടിയ സാരി ധരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. വില കുറഞ്ഞ സാരി കൊടുത്താലും ധാരാളമാ. മരുമോളെ, നിന്റെ വീട്ടുകാരെക്കാളും എത്രയോ കൂടുതൽ പണക്കാരാണ് ഇവളുടെ വീട്ടുകാര്. ഇവർക്ക് വേണ്ടി ചെലവാക്കാരേ ഇല്ല. ഇവര് മറ്റുള്ളവരെ സഹായിക്കും, അതാ ഇവരുടെ ഗുണം. ഞങ്ങൾ ആദ്യ സമയം ചേച്ചിയെ കണ്ടപ്പോഴുണ്ടല്ലോ, അവർ ടീഷർട്ടും മറ്റു വസ്ത്രം ധരിച്ചിരുന്നു. ഞാനും വിചാരിച്ചു ഇത്രയും പണക്കാരായിട്ട് ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കുമെന്ന്. ഇവരെ ചേച്ചിയായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കണ്ടില്ലേ, ഇത്രയും വലിയ വീട്ടിൽ നിന്നും വന്നിട്ടും എത്ര സുന്ദരമായ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മുടെ മൂത്ത മരവുകൾ വളരെ നല്ല കുട്ടിയാ. എല്ലാരും പറയണത് കേട്ടപ്പോ കൊമോലിക്കയ്ക്ക് അവള് ചെയ്ത തെറ്റ് മനസ്സിലായി. അതിനുശേഷം കൊമോലിക്ക ചേട്ടത്തിയോട് മാപ്പ് പറയും ചെയ്തതിന്. അവളുടെ ചേട്ടത്തി അവളോട് ക്ഷമിക്കുകയും ചെയ്യും. Thanks for watching.